NSS ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ കുട്ടിയെ CPIM ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു എന്ന പരാതിയുമായി രക്ഷിതാവ്. പേരൂർക്കട PNSM സ്കൂളിൽ നിന്നാണ് ഏണിക്കര സ്വദേശിയായ കുട്ടിയെ പാർട്ടി പ്രവർത്തകർ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചത്. NSS അധ്യാപകനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ പിതാവ്. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ സോളമൻ, എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ സമ്മതത്തോടെ കൊണ്ടുപോയതാണോ? സുജയ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഈ PSNM സ്കൂളിനെതിരെ പിതാവ് ഹരികുമാർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം മകനെ കാണാനായിട്ടാണ് ഈ NSS ക്യാമ്പിലെത്തിയത്. മുല്ലശ്ശേരി ഗവൺമെൻറ് സ്കൂളിലാണ് നിലവിൽ ഈ ഹരികുമാറിൻ്റെ മകൻ സിദ്ധാർത്ഥ് പഠിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് 10 ദിവസത്തെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ PSNM പേരൂർക്കടയിലുള്ള PSNM സ്കൂളിൽ എത്തിച്ചത്. 4 ദിവസമായിട്ട് സിദ്ധാർത്ഥ് ഈ സ്കൂളിലാണ്, ഈ ക്യാമ്പിലാണ് കഴിയുന്നത്. ഈ അവസരത്തിൽ ഇന്നാണ് അദ്ദേഹം ഈ മകനെ കാണാനായിട്ട് ഈ സ്കൂളിലെത്തിയപ്പോൾ മകനെ കാണാനില്ല എന്നുള്ളത് അദ്ദേഹം അറിയുന്നു. തുടർന്ന് അദ്ദേഹം ഈ NSSൻ്റെ ക്യാമ്പിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ നൗഫലിനെ തിരഞ്ഞുവെങ്കിലും അദ്ദേഹവും ഈ സ്കൂളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞുള്ളത്. പ്രധാനമായും ഈ അധ്യാപകരൊക്കെയും കൈമലർത്തി കാണിക്കുന്നുള്ള വലിയൊരു പരാതി കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വലിയ വിഷമത്തിലാണ്. ചേട്ടാ, എപ്പോഴാണ് ഇവിടെ എത്തിയത്? എപ്പോഴാണ്? ഞാൻ ഒരു 4:15 എത്തി. കാരണം 4 മണി തൊട്ട് 6 മണി വരെ മക്കളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അവളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അവിടെ വിളിച്ചപ്പോൾ ആ ടീച്ചർ പറയുന്നു, ഞാനില്ല, ഇന്നും വേറൊരു ടീച്ചറാണ്, അപ്പം ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ആ ടീച്ചറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ നോക്കട്ടെ, ഞാൻ ഒന്ന് ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, ഞാൻ ഇങ്ങ് വരാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഓട്ടോയിൽ നേരെ ഇവിടെ വന്നു എൻ്റെ മോനെ ചോദിച്ചപ്പോൾ പറയുന്നു, അത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളോട് അറിയിച്ചില്ലായിരുന്നോ? നൗഫൽ സാറാണ് ഇതിൻ്റെ ആൾ, നമ്മളല്ല, നൗഫൽ സാറാണ് ഇതിൻ്റെ ആൾ. എനിക്കറിയാം. ഈ CPMൻ്റെ ജില്ലാ സമ്മേളനത്തിലാണോ പങ്കെടുപ്പിച്ചത്? ആയിരിക്കും, എനിക്കറിയത്തില്ല. ഇവർ എൻ്റെ കൂടെ രാവിലെ വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോകണ്ട, സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ ഒരു പരിപാടിക്കും കൊണ്ടുപോകണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമ്പ് നടക്കണം, അതുകൊണ്ട് പറ്റില്ല. എന്നിട്ടാണ് വീട്ടിൽ വന്ന് ഈ യൂണിഫോമൊക്കെ വേറെ ആരോ അവൻ്റെ സൈസിൽ കിട്ടി എന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആരാണ് ഈ റെഡ് വോളണ്ടിയർ മാർച്ചിനുള്ള യൂണിഫോം ആരാണ് കൊണ്ടുപോയത് വീട്ടിൽ നിന്നും? ദോ നിൽക്കുന്ന വിഷ്ണു എൻ്റെ അയൽവാസിയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ് ഈ യൂണിഫോം അവിടെ നിന്ന് കൊണ്ടുപോയത്? ഇതേ സൈസിലുള്ള വേറൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്, സിദ്ധാർത്ഥ് വേണ്ട, അവൻ്റെ സൈസിലുള്ള. അപ്പോൾ ഇതെല്ലാം ചുരുട്ടിക്കൂട്ടി ഇട്ടിരുന്ന എൻ്റെ ഭാര്യയെ തേച്ചാണ് കൊടുത്തു വിടുന്നത്. പറഞ്ഞാണ് കൊണ്ടുപോയത് യൂണിഫോമൊക്കെ? അതെ. പരാതി ഇപ്പോൾ പേരൂർക്കട സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ക്യാമ്പിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ നമ്മൾ വിടുന്നത് 3:30 വരെ സ്കൂൾ അല്ലെങ്കിൽ 10 ദിവസം ഇവിടെ ക്യാമ്പിൽ അവ ഇവിടെ ഉണ്ടെന്നുള്ളൊരിതില്ലല്ലേ? സ്കൂളിലെ പ്രിൻസിപ്പൾ എന്താ പറയുന്നത്? സ്കൂളിലെ പ്രിൻസിപ്പൽ അധികാരികൾ ആരും വന്നിട്ടില്ല. 2-3 ടീച്ചർമാർ മാത്രമുണ്ട്. ഒരു നൗഫൽ സാറാണ് ഇതിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നു. പുള്ളി 1 മണിക്കൂർ കൊണ്ട് വരാമെന്ന് പറയുന്നതല്ലാതെ വരുന്നില്ല. ആദ്യം വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് ഇത് പറയുന്നത്. സുജയ, വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ക്യാമ്പിൽ NSS ക്യാമ്പിൽ 10 ദിവസം പങ്കെടുക്കാനായിട്ടാണ് സിദ്ധാർത്ഥ് എത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ അതൊരു വ്യക്തത വരണം. അധ്യാപകൻ അതെങ്ങനെയാണ് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയത്? കുട്ടിക്ക് യൂണിഫോം ഉള്ള റെഡ് വോളണ്ടിയർ മാർച്ചിന് പോകുന്ന കുട്ടിയാണ്, പക്ഷേ അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി.